ഒന്ന് മറിഞ്ഞു വീണ് സ്കൂൾ ബസ്സിൻ്റെ മണ്ടയ്ക്ക് വീണ് കുറേ കുട്ടികൾ ചത്തിട്ട് പിന്നെ നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല. നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. നെടുവത്തൂർ പഞ്ചായത്തിലെ മാമൂട് എന്ന സ്ഥലത്ത് റോഡരികിലുള്ള മരം പൊതുജനങ്ങൾക്ക് ഭീഷണിയാകുന്നു. മരത്തിന്റെ ചുവട് ഭാഗം പൊള്ളയായ നിലയിലാണ്. അതിനാൽ തന്നെ എപ്പോൾ വേണമെങ്കിലും മരം പിഴുതു വീഴാമെന്ന നിലയിലാണിപ്പോൾ. 100 വർഷത്തിലേറെ പഴക്കമുള്ള മരമാണിതെന്ന് നാട്ടുകാർ വ്യക്തമാക്കുന്നുണ്ട്. ഇതിന് തൊട്ടരികിലായി വർക്ക്ഷോപ്പ് ഉൾപ്പെടെയുള്ള കടകളും പ്രവർത്തിക്കുന്നുണ്ട്. ജീവന് ഭീഷണി നേരിടുന്ന നിലയിലാണ് ഇവിടെയുള്ള ആളുകൾ ഇപ്പോൾ ജോലി ചെയ്യുന്നത്. കൂടാതെ ഈ മരത്തിന് സമീപത്തായാണ് വിദ്യാർത്ഥികൾ ബസ് കയറാൻ നിൽക്കുന്നത്. ഒട്ടേറെ ആളുകൾക്ക് പ്രതിദിനം ഭീഷണി സൃഷ്ടിക്കുന്ന ഈ മരം മുറിച്ചു മാറ്റണമെന്നാണ് നാട്ടുകാർ ഒന്നടങ്കം ആവശ്യപ്പെടുന്നത്. മരം മുറിച്ചു മാറ്റണമെന്ന ആവശ്യവുമായി നാട്ടുകാർ അധികൃതരെ സമീപിച്ചെങ്കിലും നെടുവത്തൂർ പഞ്ചായത്ത് അധികൃതരും കൊട്ടാരക്കര മുനിസിപ്പാലിറ്റി അധികൃതരും അന്യോന്യം പഴിചാരി നടപടികൾ വൈകിപ്പിക്കുകയാണ്. പഞ്ചായത്തിന്റെയും PWD അധികൃതരുടെയും അധികാരപരിധിയിലുള്ള കാര്യമാണിതെന്നാണ് നഗരസഭയുടെ വാദം. എന്നാൽ കൊട്ടാരക്കര നഗരസഭയുമായി ബന്ധപ്പെടാനാണ് പഞ്ചായത്ത് അധികൃതർ നാട്ടുകാരോട് ആവശ്യപ്പെടുന്നത്. അന്യോന്യം പഴിചാരി അധികൃതർ സമയം പാഴാക്കുമ്പോൾ നിരവധി ആളുകളാണ് ജീവനിൽ ഭയന്നവിടെ കഴിയുന്നതെന്നാണ് നാട്ടുകാർ പറയുന്നത്. അധികാരികളുടെ ശ്രദ്ധയ്ക്ക് കൊട്ടാരക്കര ആവണ്ണൂർ ന്യൂഫാര ടയറിൻ്റെ ഫ്രണ്ടിൽ നിൽക്കുന്ന മാവ്, ഇത് വർഷങ്ങൾ പഴക്കമുള്ള ഒരു മാവാണ്. 24 മണിക്കൂർ വണ്ടി കടന്നു പോകുന്ന റോഡ്, സ്കൂൾ ബസ് അങ്ങനെയുള്ള എല്ലാ ബസ്സുകളും സ്കൂൾ കുട്ടികളും എല്ലാം ഇവിടെ ബസ് സ്റ്റോപ്പ് കൂടാണ്. സ്കൂൾ കുട്ടികളെല്ലാം 24 മണിക്കൂർ നിൽക്കുന്ന ഒരു സ്ഥലമാണ് ഇവിടെ. അതുകൊണ്ട് ദയവ് ചെയ്ത് അധികാരികൾ ഈ മരം മൊത്തവും കേട് പിടിച്ച് മൊത്തം പോയിരിക്കുകയാണ്. പുറത്ത് തൊലി മാത്രമേ ബാക്കിയുള്ളൂ. ഇത് അധികാരികളുടെ ശ്രദ്ധയ്ക്ക് ഇതെങ്ങനെയും ഇതൊന്ന് മുറിച്ച് മാറ്റി ഞങ്ങളുടെ ജീവൻ രക്ഷിക്കണമെന്ന് പറയാനുണ്ട്. ഇതെങ്ങനെയും ഒന്ന് ചെയ്യണം. ഇതൊരു 100 വർഷം പഴക്കം കാണും ഈ മാവ്. എങ്ങനെ എൻ്റെ ആ തൊലി മാത്രമേ ഉള്ളൂ. ഇത്രയും പഴക്കമുള്ളൊരു മാവ് മുത്തച്ഛന്മാരുടെ കാലത്തുള്ളൊരു മാവാണ്. ഒന്ന് മറിഞ്ഞു വീണ് സ്കൂൾ ബസ്സിൻ്റെ മണ്ടയ്ക്ക് വീണ് കുറേ കുട്ടികൾ ചത്തിട്ട് പിന്നെ നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല. ബസ് സ്റ്റോപ്പ് ഇവിടെ പ്രൈവറ്റ് ബസ്സും എല്ലാം നിർത്തുന്ന സ്ഥലമാണ്. എപ്പോഴും കുട്ടികളൊക്കെ നിൽക്കുന്ന സ്ഥലമാണ് ഇത്. എന്തെങ്കിലും സംഭവിച്ചിട്ട് പിന്നെ നമ്മൾ അത് PWDനോ മറ്റു ആൾക്കാരെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. അതിന് മുമ്പ് അവരുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. ഇതെന്തെങ്കിലും ചെയ്ത് ഈ മരം മാറ്റി ഞങ്ങളുടെ ജീവൻ രക്ഷിക്കണമെന്ന് മാത്രം അഭ്യർത്ഥിക്കുന്നുള്ളൂ. അത് എത്രയും പെട്ടെന്ന് ചെയ്യുകയും വേണം. ഈ പഞ്ചായത്ത് മെമ്പർ ഞങ്ങൾ ഇതിൽ വഴി കടന്നു പോകുന്നുണ്ട്, പക്ഷേ അവർ ശ്രദ്ധയിൽപ്പെടുന്നില്ലെന്ന് തോന്നുന്നു. ഇത് അതിൻ്റെ സെൻറ്റർ മൊത്തവും അവിടെ മണ്ണ് കയറി ഇരുന്ന് അതാണ് ഈ കഴിഞ്ഞ മഴയത്താണെന്നെല്ലാം കൂടെ പുറത്ത് വരുന്നത്. അന്നേരമാണ് ഈ തൊലി മാത്രമേ ബാക്കിയുള്ളൂ. അത് ഏത് നിമിഷവും മറിഞ്ഞ് വീഴാവുന്ന നിലയിൽ നിൽക്കുകയാണത്. അതെന്തെങ്കിലും ചെയ്ത് അത് ഞങ്ങളുടെ കുട്ടികൾ എപ്പോഴും കടന്നു പോകുന്ന റോഡാണ്. അതെന്തെങ്കിലും ചെയ്തു തരണം. വളരെ കാലമായിട്ട് അപകട ഭീഷണി നേരിടുന്ന ഒരു മാവാണിത്. അതിൻ്റെ ഉൾഭാഗം മുഴുവനും പോടായിട്ട് നിൽക്കുന്നൊരു അവസ്ഥയിലാണ് ഇപ്പം നിൽക്കുന്നത്. രാവിലെ വളരെയധികം സ്കൂൾ കുട്ടികളും വളരെയധികം ബസ്സുകൾ, കാറുകൾ, അങ്ങനെ വളരെയധികം വണ്ടികൾ പോകുന്നൊരു റോഡാണിത്. അപ്പോൾ ഇങ്ങനെ അപകട ഭീഷണിയുള്ള മരം മുറിച്ചു മാറ്റേണ്ടത് നമ്മുടെ എല്ലാവരുടെയും ആവശ്യമാണ്. അപ്പോൾ ഈ ആവശ്യം അനുസരിച്ച് ഗവൺമെൻറ് ആയാലും ഇവിടുത്തെ അധികാരികളായാലും അത് കണ്ട് അത് എത്രയും പെട്ടെന്ന് മുറിച്ച് അപകട ഭീഷണി ഒഴിവാക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം. പല പ്രാവശ്യം നമ്മൾ സൂചനപ്പെടുത്തിയിട്ടുണ്ട്. മെമ്പറിൻ്റെ അടുത്ത് നമ്മൾ കാര്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇനിയും നമ്മൾ പറയാൻ തയ്യാറാണ്. ഇങ്ങനെ ഒരു അപകട ഭീഷണിയുള്ള മരങ്ങൾ മുറിച്ചു മാറ്റേണ്ടത് കാലത്തിൻ്റെ ആവശ്യമാണ്. അപകടം പെരുകി വരുന്ന സാഹചര്യത്തിൽ ഈ മരം മുറിച്ചു മാറ്റണമെന്നാണ് എൻ്റെ അഭിപ്രായം.